ഹായ് ഫ്രണ്ട്സ്, സാബിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു 18+ റൊമാൻറ്റിക് സൈക്കോ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ രാം ഗോപാൽ വർമ്മ എഴുതി ഗിരി കൃഷ്ണ കമൽ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് സാരി എന്ന് പറഞ്ഞ സിനിമ. ആരാധ്യ ദേവിയായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒരു 18+ മൂവിയാണ്, 18+ മൂവിയാണ്. ഈ സിനിമ കണ്ട സമയത്ത് ആദ്യം നമുക്ക് സ്റ്റോറി നോക്കാം. സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ നായികയ്ക്ക് ഈ സാരിയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ കോളേജിലൊക്കെ പോകുന്നത് സാരി എടുത്തിട്ടായി കോളേജിലൊക്കെ പോവുക. അപ്പോൾ വഴിയിൽ വെച്ച് നമ്മുടെ നായകനല്ല ഈ സൈക്കോ പിന്നെ ഈ നായികയെ ഇങ്ങനെ കാണാനിടയാകാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഭയങ്കര ഇഷ്ടമാവും. ഈ സാരിയിൽ കാണുന്നത് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ സാരിയോടും അവളോടുമായിട്ടും ഒരു എന്താ പറയുക, ഒരു പ്രേമം തോന്നുകയാണ്, ഒരു ലവ് തോന്നുകയാണ്, എന്താ പറയുക, സ്നേഹം തോന്നുകയാണ്. പിന്നെ അവളെ പിന്തുടരുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളും, സൈക്കോസിസിൻ്റെ അവസ്ഥാന്തരങ്ങൾ, മൂർധന്യാവസ്ഥയിലെത്തിയതൊക്കെ പറയില്ല, ആ രീതിയിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ കാണിച്ചു പോകുന്നത്. നായികയ്ക്ക് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു സിനിമ എന്ന് പറയാം. കണ്ടന്റ് വൈസ് നോക്കുകയാണ്, അടിപൊളി കണ്ടന്റ് ആയിരുന്നു, നല്ലൊരു തീമായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമായിരുന്നു. അവർ ആ ഒരു പിന്നെ ചെയ്തു വെച്ചത്. പക്ഷേ റൈറ്റിങ്ങിൽ എഡിറ്റിങ്ങിലും ഇടയ്ക്കിടയ്ക്ക് ഈ നായികയുടെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നായിക അവിടുന്ന് പെടുന്നതൊക്കെ കുതിരേൻ്റെ അപ്പുറമൊക്കെ ഓടി വരുന്നതും അയ്യോ ഒന്നും പറയണം, ഭയങ്കരമായിട്ട് ഗ്ലാമറായിട്ട് ഭയങ്കരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള പറയാം. ആരാധ്യ ദേവിയുടെ സാരി അയ്യോ ഒന്നും പറയണം, വല്ലാത്തൊരിതാണ്. പിന്നെ തമിഴ് ഡബ്ഡ് അടിപൊളിയായിരുന്നു, മലയാളം ഡബ്ഡ് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. 2 മണിക്കൂറും 6 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. പക്ഷേ ശരിക്കും പറയാമെങ്കിൽ ഒരു 1.25 മണിക്കൂറിൽ സിനിമ തീർക്കാമായിരുന്നു. വെറുതെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് വെറുതെ സമയം പോക്കിയതാണ്. ഒരു 1.25 മണിക്കൂർ, 1.5 മണിക്കൂർ, ഏറിപ്പോയ 1.5 മണിക്കൂർ, അതിൽ കൂടുതൽ പോകാനല്ല സിനിമ. വെറുതെ നീട്ടി വലിച്ച് ഈ നായികയുടെ എക്സ്പോസ് സീന് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ ഒരു സിനിമ കാണാം. അല്ലാതെ ഇതുപോലുള്ള കണ്ടന്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ പെർഫോമൻസുകളൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയും മോശമായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. രാം ഗോപാൽ വർമ്മ ഇതുപോലുള്ള സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. ഇതുപോലെ ഇടുക്കി എന്ന് പറയുന്ന സിനിമ, ഒരു കരാട്ടെ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു സിനിമയുടെ ഉദ്ദേശം എന്നുള്ളത് നായികയെ എക്സ്പോസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അതിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രിക്ട്ലി 18+ മൂവിയാണ്. ഓക്കെ, അപ്പോൾ കണ്ടു നോക്കുക. ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെടുമായിരിക്കും. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.